പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ സാധുവായി ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ചെറിയ ഒരു ഷോപ്പാണ്, കച്ചവടമൊക്കെ ചെയ്ത് എന്ന് പറഞ്ഞാൽ വലിയ ബിസിനസ്മാൻ ഒന്നുമല്ല, ചെറിയൊരു കച്ചവടക്കാരൻ, സാധാരണയിൽ സാധാരണ മനുഷ്യൻ. കൃത്യമായി ജമാഅത്തിന് പള്ളിയിൽ വരും, നിസ്കരിക്കും, എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ്. ആ ഒരു സഹോദരൻ ഒരു ദിവസം സുബഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വന്നു. ഒരുപാട് ആളുകൾ പള്ളിയിലുണ്ട്. ആ ഒരു നിറഞ്ഞ സദസ്സിൽ സുബഹി നമസ്കാരത്തിന്റെ ശേഷം ഒരു സയ്യിദ് സുബഹി നിസ്കാരത്തിന് ശേഷം എഴുന്നേറ്റ് നിന്നിട്ട് പള്ളിയിൽ നിന്നൊരു ആവശ്യം പറയാൻ. എന്താ ആവശ്യം എന്നറിയോ? എനിക്ക് പെൺകുട്ടികളുണ്ട്, അതിൽ എന്റെ ഒരു മോളുടെ കല്യാണത്തിന്റെ സമയമായിട്ടുണ്ട്, ആ എന്റെ മോളെ ഒന്ന് വിവാഹം ചെയ്തു വിടണം, അതിനെന്റെ കയ്യിൽ ഒന്നുമില്ല. അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഈ മജ്ലിസിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. വിവാഹം കഴിപ്പിച്ച് വിടാനുള്ളവർക്ക് യോജിച്ച ഇണകൾ അല്ലാഹു നൽകുമാറാവട്ടെ. ഈ തങ്ങൾ പറഞ്ഞു, കല്യാണത്തിന് സമയമായി, കല്യാണമൊക്കെ ശരിയായിട്ടുണ്ട്, പക്ഷെ കെട്ടിച്ചു കൊടുക്കാൻ പൈസ ഒന്നും എന്റെ കയ്യിലില്ല, ആരെങ്കിലും ഒന്ന് സഹായിക്കോ? നമ്മളെ പള്ളികളിലേക്കും അങ്ങനെ വരാറുണ്ട്, സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് പലരും. ഈ തങ്ങൾ ചോദിക്കുകയാണ്, ആരെങ്കിലും എന്നെ സഹായിക്കുമോ? ബിഹഖി ജദ്ദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പ്രിയപ്പെട്ട വലിയാപ്പയായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ്, തങ്ങളെ ഹക്ക് കൊണ്ട് ആരെങ്കിലും സഹായിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ അല്ലെ, ഇവിടെ ശ്രദ്ധിക്കും, നേരത്തെ പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, വളരെ സാധുവായ മനുഷ്യൻ, ചെറിയൊരു കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ആ മനുഷ്യൻ. ഈ ചോദ്യം കേട്ടപ്പോ ആ മനുഷ്യന്റെ മനസ്സിൽ വല്ലാതൊരു വിഷമം. മുത്തുനബിന്റെ ബറക്കത്ത് കൊണ്ട് സഹായിക്കുന്നു, അത് റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു തങ്ങളാ ചോദിക്കുന്നത്. ആ പ്രിയപ്പെട്ട സഹോദരൻ ഉടനെ തന്നെ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ സഹായിച്ചോളാം, കയ്യിലൊന്നുമില്ല. അങ്ങനെ ഉണ്ട്, കയ്യിലൊന്നുമില്ലെങ്കിലും നമ്മളെല്ലാവരും ആവശ്യം മനസ്സിലാക്കി സഹായിക്കുന്നവരാണ്. ഇദ്ദേഹത്തിന്റെ കയ്യിലൊന്നുമില്ല, ആകെയുള്ളത് ആ ചെറിയ കട മാത്രമാണ്. എന്നാലും വേണ്ടില്ല, തങ്ങളുപ്പാപ്പയുടെ ഒരു ചോദ്യമല്ലേ, ഹബീബായ തങ്ങളുടെ ഒരു പേരക്കുട്ടിയുടെ ചോദ്യമാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ഈ പാവപ്പെട്ട കച്ചവടം ചെയ്യുന്ന സഹോദരൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ സഹായിച്ചോളാം. അദ്ദേഹം അന്ന് തന്നെ പോയി ആ ഷോപ്പ് വിൽപ്പനക്ക് വെച്ചു. പെട്ടെന്ന് തന്നെ ഒരാൾ കച്ചവടത്തിന് ആ ഷോപ്പ് വാങ്ങി. അതിൽ നിന്ന് കിട്ടിയത് 500, ആകെ ആ ഷോപ്പിൽ നിന്ന് വിറ്റ് കിട്ടിയത് 500 ദിർഹമാണ്. ആ 500 ദിർഹം ഈ തങ്ങൾക്ക് കൊണ്ടുപോയി കൊടുത്തു. എന്നാ തങ്ങളെ, എന്റെ ഷോപ്പ് വിറ്റിട്ട് കിട്ടിയ പൈസ ആണെന്ന് 500 ദിർഹം, ഇതുകൊണ്ട് നിങ്ങൾ കല്യാണം നടത്തിക്കോന്ന് പറഞ്ഞു. ഈ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷായി. അന്നത്തെ രാത്രിയിൽ അദ്ദേഹം കിടന്നുറങ്ങി. ഉറക്കത്തിൽ അതാ കടന്നു വരുന്നു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങൾ ഈ ചെറുപ്പക്കാരനായ സഹോദരനോട് പറയാണ്, എന്റെ പേരക്കുട്ടിയെ നിങ്ങൾ സഹായിച്ചുല്ലേ, എന്റെ പേരക്കുട്ടിയെ നിങ്ങൾ സഹായിച്ചു അല്ലേ, ആ നൽകിയ സ്വതക്ക ഞാൻ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതിന് വലിയ ഖബൂലിയത്തുണ്ട്, അതുകൊണ്ട് ഇതിന് പകരമായി നിങ്ങൾക്കൊരു സമ്മാനമുണ്ട് എന്ന് പറയുന്നത് ആരാണ്? ലോകീയ ഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷമായി. പിറ്റേ ദിവസം ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഉടൻ ഭാര്യയോട് ഈ സന്തോഷം പറയാൻ, ഈ സ്വപ്ന വിവരം അറിയിക്കുകയാണ്. ഭാര്യയോട് പറഞ്ഞു, എന്നോട് ഇന്നലെ മുത്തുനബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ചെയ്ത സ്വതക്കക്ക് പകരം നിങ്ങൾക്കൊരു സമ്മാനമുണ്ട്, അതിന് ബൽഹ് എന്ന് പറയുന്ന ദൂരമുള്ള ഒരു നാട്ടിലേക്ക് പോകണമെന്ന് മുത്തുനബി എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രിയതമാ ഞാൻ ബൽഹ് എന്ന നാട്ടിലേക്ക് പോവാൻ.
അപ്പൊ ഭാര്യ ചോദിച്ചു, ബൽഹ് എന്നുള്ള നാട്ടിലേക്ക് പോകണമെങ്കിൽ കുറെ ദൂരം ഉണ്ടല്ലോ, അത്ര ദൂരം നിങ്ങൾ യാത്ര ചെയ്തു പോകുമ്പോ എന്തായാലും 4-5 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചെത്തുള്ളൂ. അതുവരെ നമ്മളെ വീട് പട്ടിണിയാവൂലേ, നമ്മുടെ മക്കള് പട്ടിണിയാവൂലേ, ഉള്ളത് മുഴുവനും നിങ്ങൾ കൊടുത്തുവല്ലോ, ഇനി നമുക്കൊന്നുമില്ലല്ലോ, 4-5 ദിവസം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് അവലാതിപ്പെട്ടപ്പോ ഈ സഹോദരന്റെ മനസ്സിൽ ഒരു ആശയം ഉദിച്ചു. തൊട്ടപ്പുറത്തുള്ള വീട്ടിലുള്ള ആള്, അദ്ദേഹം ഒരു കുക്ക് ചെയ്യുന്ന ജോലിക്കാരൻ, ഭക്ഷണം പാചകം ചെയ്യുന്ന ഒരു ജോലിക്കാരൻ. അദ്ദേഹത്തോട് പോയി വിഷയം പറയാൻ കരുതി. അദ്ദേഹത്തോട് പോയി വിഷയം പറഞ്ഞു, ഞാനിങ്ങനെ ബൽഹ് എന്നുള്ള നാട്ടിലേക്ക് പോവാൻ, 4 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ, അതുകൊണ്ട് നിങ്ങളൊന്ന് സഹായിക്കണം, എന്റെ വീട്ടുകാർക്കൊന്ന് ഭക്ഷണം കൊടുക്കണം, അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോ ഈ സഹോദരൻ എടുത്ത വഴിക്ക് ചോദിച്ചു, നിങ്ങൾ ഇന്നലെ ഒരു സ്വപ്നം കണ്ടിരുന്നുവല്ലേ? അതെ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നത്തിൽ നിങ്ങൾ ബൽഹ് എന്ന നാട്ടിൽ പോയാൽ നിങ്ങൾ ഇന്നലെ ചെയ്ത സ്വതക്കക്ക് പകരം വലിയ സമ്മാനമുണ്ട് എന്നല്ലേ കണ്ടത്? അതെ, അങ്ങനെ തന്നെ ഞാൻ കണ്ടത്. അപ്പൊ മുത്തുനബിയെ ഇയാളും സ്വപ്നം കണ്ടിട്ടുണ്ട്. ഏത്? ഈ കുക്ക് ചെയ്യുന്ന ആളും സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ വന്നാൽ അയാളെ സഹായിക്കണമെന്ന് ഈ കുക്ക് ചെയ്യുന്ന, ഭക്ഷണം പാചകം ചെയ്യുന്ന ആളുടെയും സ്വപ്നത്തിലേക്ക് കടന്നു വന്നു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പാവപ്പെട്ട ആളെ സഹായിക്കുമ്പോ അയാളെ മൊത്തത്തിൽ അങ്ങ് ഏറ്റെടുക്കുകയാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളിയാണ്. പോയി ബൽഹ് എന്ന നാടിന്റെ ആ ബോർഡറിൽ എത്തുമ്പോൾ തന്നെ ആ സഹോദരനെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ കാത്തു നിൽക്കുകയാണ് മുത്തുനബി പറഞ്ഞ അതേ ആൾ. കാത്തുനിന്ന് സ്വീകരിച്ചു. അദ്ദേഹം 500 ദിർഹം കൊടുത്തതിന് പകരമായി 1000 ദിർഹം ആ സഹോദരന് ഇദ്ദേഹം ഒരു സമ്മാനമായി നൽകുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ 1000 ദിർഹം തരാനുള്ള കാരണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞതാണ്. ഇന്നലെ മുത്തുനബിയെ സ്വപ്നം കണ്ടപ്പോൾ എനിക്ക് നിർദ്ദേശം ലഭിച്ചതാണ്, നിങ്ങൾ നൽകിയ സ്വതക്ക 500 ദിർഹമാണെങ്കിൽ അതിന് പകരം 500 ദീനാർ വെള്ളിയാണ് അവർ സ്വതക്ക കൊടുത്തതെങ്കിൽ 500,000 സ്വർണം അവർക്ക് പകരം നൽകുകയാണ്. എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, നിങ്ങൾ മുത്തുനബിന്റെ ആളാണല്ലോ, റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ട റസൂലുള്ള ഏറ്റെടുത്ത ആളാണല്ലോ, അതുകൊണ്ട് എനിക്കും കഴിച്ചിലാവണം, എനിക്കും രക്ഷപ്പെടണം, അതുകൊണ്ട് എന്റെ വക ഇരിക്കട്ടെ, ഒരു 500 ദീനാർ എക്സ്ട്രാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 500 ദീനാർ അദ്ദേഹം അധികം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ചരിത്രം ഞാൻ ഇവിടെ പ്രാരംഭത്തിൽ തന്നെ പറയാനുള്ള കാരണം, നൗഫൽ ഇവിടില്ലേ? നൗഫൽ നമ്മളെ ഓപ്പറേറ്റർ, ഈ പ്രാരംഭത്തിൽ തന്നെ ഈ ഒരു ചരിത്രം ഞാൻ പറയാനുള്ള കാരണം, പ്രാരംഭത്തിൽ തന്നെ ഈ ചരിത്രം നമ്മൾ പറയാനുള്ള കാരണം, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ സ്നേഹിച്ചാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഏറ്റെടുക്കുമെന്നതിനുള്ള ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രമാണ് ഈ ചരിത്രം ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. മുത്തുനബിയെ സ്നേഹിച്ചവർ ആരും പരാജയപ്പെട്ടിട്ടില്ല. ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയവർ ആരും എവിടെയും പരാജയപ്പെട്ടിട്ടില്ല. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, സഹോദരി സഹോദരന്മാരെ, മുളപ്പുറം എന്ന് പറയുന്ന ഈ മഹനീയമായ സുന്നി മഹല്ല് മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ മഞ്ഞുതുള്ളികളെ പോലെ മാലാഖമാര് പെയ്തിറങ്ങുന്ന ഈ മഹനീയമായ സദസ്സിൽ സ്വലാത്ത് എന്ന മന്ത്രത്തെ സ്നേഹിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സ്വലാത്ത് ചൊല്ലാൻ നമ്മളൊക്കെ ഉഷാറാണ്. എന്നാൽ നമ്മുടെ മക്കൾ സ്വലാത്തിന്റെ മജ്‌ലിസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മളെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഉമ്മമാരെ, വെള്ളിയാഴ്ച രാവിലെ മുളപ്പുറം ഈ സുന്നി മഹല്ല് മസ്ജിദിന്റെ അകത്തളത്തിൽ സ്വലാത്തിന്റെ മന്ത്രങ്ങൾ ഓരോരുത്തരും ഉരവിടുമ്പോൾ നമ്മുടെ മക്കൾ ആ സ്വലാത്തിന്റെ മജ്‌ലിസിലുണ്ടോ എന്ന് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ തീർച്ചയാണ് ഈ കാലഘട്ടത്തിന്റെ ഓരോ ആഭാസങ്ങൾക്ക് നടുവിൽ നമ്മുടെ മക്കൾ മോശത്തരത്തിലേക്ക് വഴുതി വീഴുമെന്നുള്ളതിൽ ആരും സംശയിക്കേണ്ടതില്ല. യാ അല്ലാഹ്, ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ഓരോ മക്കളും മോശക്കാരാണ്,
ചീത്ത കൂട്ടുകെട്ടാണ്, ചീത്ത സ്വഭാവമാണ് എന്ന് ആണയിട്ട് 1000 വട്ടം പറയുമ്പോ ചിന്തിക്കണോ, എന്റെ മകൻ എന്റെ മകൾ മോശമാവുന്നതിൽ രക്ഷിതാക്കളായ ഉപ്പയായ എനിക്ക് പങ്കുണ്ടോ, ഉമ്മയായ എനിക്ക് പങ്കുണ്ടോ എന്ന് ഓരോരുത്തരും അകം കണ്ണുകൊണ്ട് ചിന്തിക്കേണ്ടതാണ്. അല്ലാഹു നമുക്ക് നമ്മുടെ മക്കളെ സാലിഹീങ്ങളായി കൺകുളിർക്ക കാണാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ.